നമസ്കാരം, എല്ലാവർക്കും അലിഗ്രോ മാത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രിഗണോമെട്രിയുടെ 6ാമത്തെ ഭാഗമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ 1, 2, 3, 4, 5 ഭാഗങ്ങളാണ് നമ്മൾ വളരെ ഡെപ്തിൽ നമ്മൾ പഠിച്ചത്. അതിന്റെ അടുത്ത ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ് വളരെ ഡെപ്തിൽ തന്നെ നമ്മൾ പഠിച്ചു. നമ്മൾ ട്രിഗണോമെട്രി ഒന്നും അറിഞ്ഞുകൂടാത്തവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സീരീസ് നമ്മൾ ചെയ്തത്. അപ്പൊ 5 ക്ലാസ്സുകൾ കഴിഞ്ഞു. ഏകദേശം എല്ലാ ക്ലാസ്സുകളും, ഒട്ടുമിക്ക ക്ലാസ്സുകളും ഓരോ മണിക്കൂർ വെച്ചുണ്ടായിരുന്നു. ഒരു ക്ലാസ് എന്തോ 50 മിനിറ്റ് ആണ്, ബാക്കി എല്ലാ ക്ലാസ്സുകളും ഓരോ മണിക്കൂർ വെച്ചുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം വളരെ വിശദമായിട്ടാണ് NDPCയുടെയും RRB ഗ്രൂപ്പ് ഡിയുടെയൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മളെ വർക്കൗട്ട്. മിക്കവാറും നമ്മൾ ചെയ്യുന്ന എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതേപോലത്തെ ഒരു ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്സും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ബേസിക് കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക. അതിന്റെ കുറച്ച് വേരിയേഷൻസ് ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ ക്ലാസ് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം തന്നെ ആയിരിക്കും പറഞ്ഞു തുടങ്ങുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇതേ ഒരു ഇക്വേഷൻ വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് ഓർമ്മ കാണും. സംഭവം ഇത്രയേ ഉള്ളൂ. വളരെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ കിട്ടി അതെന്താണ്? 1 ആയിരിക്കും. അപ്പൊ ഒന്നും കൂടെ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ അവസാനം നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം പക്കയായിരിക്കണം. എല്ലായിടവും ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മൾ സൊല്യൂഷൻസ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും വരും. അപ്പോ മനസ്സിലാക്കിയിരിക്കുക. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് അല്ലെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 1 ആണ്. ഇനി ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾ പറഞ്ഞു നോക്കിയേ. സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ഈ കോസ് സ്ക്വയറിന് അപ്പുറത്തുണ്ടല്ലോ. ദാറ്റ് ഈസ് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. അപ്പൊ ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ നമുക്ക് സൈൻ സ്ക്വയർ കാണുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് എന്ത് ഇട്ട് കൊടുക്കേണ്ടി വരും? 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ഇട്ട് കൊടുക്കേണ്ടി വരും. ഇനി തിരിച്ചും പറയാം. ചില സ്ഥലങ്ങളിൽ നമ്മൾ 1 മൈനസ് നമ്മൾ എഴുതി വരുന്ന സമയത്ത് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? അത് സൈൻ സ്ക്വയർ എക്സ് ആണ് എന്നും പറയാൻ പറ്റും. അപ്പോ തിരിച്ചും മറിച്ചും അറിഞ്ഞിരിക്കുക. സൈൻ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാൻ പറ്റും. അതേപോലെ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചും പറയാം വിച്ച് വിൽ ബി എന്താണ്? സൈൻ സ്ക്വയർ എക്സ് ആയിരിക്കും എന്നും പറയാം. ഇതേപോലെ ഈ ക്വസ്റ്റനിൽ നീ കോസ് സ്ക്വയർ എക്സ് പറഞ്ഞു നോക്കി. കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ഇവരെ ഇപ്പുറത്ത് കൊണ്ടുപോക്കിയാലോ. ദാറ്റ് ഈസ് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയാം. 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ്. അപ്പോ ബേസിക് കാര്യം ഇത് തന്നെയാണ്. ഇതിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്ത് പറയുന്ന കാര്യമാണ്. അപ്പൊ ഇതൊക്കെ ഇനി കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യണം. ഇവിടെ കോസ് സ്ക്വയർ എക്സ് ഇതെന്താണ്? ഇത് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് അല്ലേ എന്ന് നമ്മുടെ മനസ്സിൽ വരണം. സൈൻ സ്ക്വയർ എക്സ് നമ്മുടെ മനസ്സിൽ വരണം. ഇത് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് അല്ലേ ഇത് നമ്മുടെ മനസ്സിൽ വരണം. ഇനി തിരിച്ചും അറിയണം. 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓടിയെത്തണം അതെന്താണ്? അത് കോസ് സ്ക്വയർ എക്സ് ആണ്. 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരണം അതെന്താണ്? സൈൻ സ്ക്വയർ എക്സ് ആണ്. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ഓക്കെ. അപ്പൊ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ ടാൻ 90 മൈനസ് എക്സ്. ഇതിന്റെ വാല്യൂ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ശരി, ഇത് കണ്ടപ്പോ നിങ്ങളുടെ മനസ്സിൽ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നല്ല വൃത്തിക്ക് പഠിച്ചു വന്നവരുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ചിരിയെങ്കിലും വന്നതാണ്. എന്തൊക്കെയോ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അല്ലെ? നമുക്ക് പറയാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് പറഞ്ഞു വരാം. ഈ പറയുന്ന ടാൻ 90 മൈനസ് എക്സ് ഇതൊക്കെ നമുക്ക് ഫെമിലിയർ ആണ്. ടാൻ 90 മൈനസ് എക്സ് ഓഡ് മൾട്ടിപ്പിൾ ആണ്. 90യുടെ ഓഡ് മൾട്ടിപ്പിൾ ആണ്. ടാൻ എന്ന് പറയുന്നത് കോട്ടായിട്ട് മാറും. കോട്ടെക്സ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. സൈൻ മാറുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ടാൻ 90 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് കോട്ടെക്സ് ആണ്. ഓക്കെ അല്ലേ? എന്തെങ്കിലുമൊക്കെ മനസ്സിൽ പിടിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു ടാൻ 90 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കോട്ടെക്സ് ആണ്. ഓക്കെ അല്ലേ? ശരി, നമുക്ക് പറഞ്ഞു വരാം. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലെ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ ടാൻ 90 മൈനസ് എക്സ് വിച്ച് ഈസ് കോട്ടെക്സ് എന്ന് പറയാം. കോട്ടെക്സ്. വീണ്ടും സൈൻ എക്സ് പ്ലസ്
കോസ് എക്സ് ഡിവൈഡഡ് ബൈ, ഇനി മനസ്സിൽ കൊണ്ടുപോവാം, കോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയും പഠിച്ചിട്ടുണ്ട്, ടാനിന്റെ റെസിപ്രോക്കലാണ്, ടാനിന്റെ റെസിപ്രോക്കലാണ്. അല്ലാതെ കോട്ട് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ കോസ് ബൈ സൈൻ എന്ന് പറയാം. അപ്പോ വൃത്തിക്ക് മനസ്സിലാക്കണേ, കോട്ടെക്സ് എന്ന് പറഞ്ഞാൽ ടാനിന്റെ റെസിപ്രോക്കൽ ഒക്കെ തന്നെയാണ്. അപ്പോ ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് അല്ലേ, അപ്പൊ കോട്ട് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ബൈ സൈൻ എക്സ്. ഓക്കെ ആണോ? അപ്പൊ കോട്ടെക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് എന്ന് പറയാം, കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ്. ഇനി നമ്മളൊന്ന് തുറന്നു നോക്ക്, ഒരു നമ്പർ അതിന്റെ അടിയിൽ ഒരു ഫ്രാക്ഷൻ, ഒരു നമ്പർ അതിന്റെ അടിയിൽ ഒരു ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? താഴെയുള്ള ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. താഴെ പറഞ്ഞ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്, സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇവിടെ ഉണ്ട് ഇൻറ്റു താഴെയുള്ള ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എന്താണ്? കോസ് എക്സ് എന്നാണ്. ഈ കോസ് എക്സ് പോയി, ഈ കോസ് എക്സ് പോയി, ക്യാൻസൽ ആയി പോയില്ലേ? ഇനി പറ, സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ്, സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ്, എക്സ് പ്ലസ് എക്സ് ആണെങ്കിൽ നമ്മൾ 2x എന്ന് പറയുന്ന പോലെ സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം 2 സൈൻ എക്സ് എന്ന് പറയാം, 2 സൈൻ എക്സ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 2 സൈൻ എക്സ് സെറ്റ് ആണ്. കണ്ടോ? ഇതങ്ങനെ വലിയ സ്റ്റെപ്പുകളൊന്നും വരുന്നതല്ല. ഇതിനകത്ത് ഈ സ്റ്റെപ്പ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോടനെ നമ്മൾ മനസ്സിൽ പറയാം, ടാൻ 90 - x എന്ന് പറയുന്നത് എന്താണ്? കോട്ടെക്സ് ആണ്. കോട്ടെക്സ് ഡയറക്റ്റ് നമുക്ക് പറയാം, കോട്ടെക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ബൈ സൈൻ എക്സ് ആണ്. ഇതൊക്കെ ക്യാൻസൽ ആയി പോയി, കിട്ടി. നമ്മുടെ ആൻസർ എത്രയാണ്? 2 സൈൻ എക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് tan theta plus 1 by tan theta. What will be the value of tan theta plus 1 by tan theta? ശരി, അപ്പോ tan theta എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഓടിയെത്തണം എന്താണ്? സൈൻ ബൈ കോസ് ആണ് എന്ത്? tan theta എന്ന് പറയുന്നത്. അപ്പോ tan theta എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ theta ബൈ കോസ് theta എന്നാണ്. സൈൻ theta ബൈ കോസ് theta എന്നാണ്. ശരി, പറഞ്ഞു വരാം. tan thetaക്ക് പകരം ഞാൻ ഇട്ട് കൊടുക്കും സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ, സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. ഇവിടെ പ്ലസ് അല്ലേ, പ്ലസ് ഇട്ട് കൊടുത്തു. 1 ഡിവൈഡഡ് ബൈ, വീണ്ടും ഈ ടാൻ തീറ്റയും നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ അല്ലേ? 1 ബൈ ടാൻ തീറ്റ എന്നാണ്. ഡയറക്റ്റ് അത്യാവശ്യം ബുദ്ധിയുള്ളവർ, അങ്ങനെ ഞാൻ പറയുന്നില്ല, അത്യാവശ്യം നമ്മുടെ മനസ്സിൽ കിട്ടുന്നവർ 1 ബൈ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് കോട്ട് തീറ്റയാണ് അല്ലെ, കോട്ട് തീറ്റ അല്ലേ? അപ്പൊ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി നോക്കൂ. 1 ബൈ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് കോട്ട് തീറ്റ. ഞാൻ അപ്പൊ ഇവിടെ ഒരു സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കിയാണ്, ഞാൻ വീണ്ടും എടുത്തങ്ങ് എഴുതുന്നില്ല. അപ്പൊ ഞാൻ ഇവിടെ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തണം 1 ബൈ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് കോട്ട് തീറ്റയാണ്, കോട്ട് തീറ്റ. വീണ്ടും കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റയാണ്, കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റയാണ്. അപ്പോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്ന് പറഞ്ഞ് എഴുതാം. കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോ ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഈ 1 ബൈ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് എന്താണ്? കോട്ട് തീറ്റയാണ്. കോട്ട് തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. ശരി, രണ്ട് ഫ്രാക്ഷൻസ് ആണ്, ക്രോസ് ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ സൈൻ ഇൻറ്റു സൈൻ അല്ലെങ്കിൽ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ അത് സൈൻ സ്ക്വയർ തീറ്റയാണ്, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ വിച്ച് ഈസ് കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ അല്ലെങ്കിൽ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ അല്ലെങ്കിൽ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് പറയാം. കുഴപ്പമില്ല. അപ്പോ തന്നിട്ടുള്ള രണ്ട് ഫ്രാക്ഷൻസിനെ ആഡ് ചെയ്തതാണ് സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ, കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ, കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ അല്ലെങ്കിൽ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. ഓക്കെ അല്ലേ? എന്തെങ്കിലും ആർക്കെങ്കിലും മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു? നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് ഒരു കാര്യം പറയുന്നതാണ്. എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് അല്ലെങ്കിൽ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് 1 ആണ് അല്ലെ? അപ്പൊ നമുക്ക് പറയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ, യെസ് അത് 1 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഇങ്ങനെ മാറും 1 ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് പറയും. പക്ഷെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷെ നമുക്ക് ഇതിൽ നിന്നുകൊണ്ട് വീണ്ടും പറയാൻ പറ്റും എന്തൊക്കെ കൊസീക്ക് എന്നൊക്കെ പറയാൻ കിടപ്പുണ്ട് അല്ലെ? അപ്പൊ 1 ബൈ സൈൻ എന്ന് പറഞ്ഞാൽ സൈന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്?
അത് കൊസീക് തീറ്റ ആണ്. 1/sin തീറ്റ എന്ന് പറഞ്ഞാൽ which is കൊസീക് തീറ്റ into 1/cos തീറ്റ. 1/cos എന്ന് പറഞ്ഞാൽ that is sec ആണ്. 1/cos തീറ്റ എന്ന് പറഞ്ഞാൽ sec തീറ്റ. കിട്ടി നമ്മുടെ ആൻസർ കൊസീക് തീറ്റ into sec തീറ്റ, ഓപ്ഷൻ ഡി. കൊസീക് തീറ്റ into sec തീറ്റ എന്ന് പറയും. അപ്പൊ വന്ന ഒരു രീതി മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഈ അവസാന ആൻസറിലോട്ട് എത്തുന്നതോ ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓപ്ഷനിൽ കൂടെ ഒന്ന് നോക്കിക്കോളണം, എങ്ങനെയാണ് നമുക്ക് കൊണ്ടുപോകേണ്ടതെന്നുള്ള കാര്യം കൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓപ്ഷനിൽ നോക്കിക്കോളണം. അപ്പൊ അതനുസരിച്ചാൽ നമുക്ക് അല്ലേ അപ്പൊ ഇതിന്റെ വാല്യൂ കാണുക എന്നൊക്കെ പറയും. ഇതിന് നമുക്ക് പല രീതിയിലുള്ള ചിലപ്പോൾ ഓപ്ഷൻ ഇങ്ങനെയായിരിക്കും കിടക്കുക. അപ്പൊ നമുക്ക് പല രീതിയിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ സ്റ്റെപ്പ് കഴിയുന്തോറും നമ്മൾ എന്ത് ചെയ്യണം, ഓപ്ഷൻസ് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളണം, നമുക്ക് എങ്ങോട്ടാ നമ്മളൊന്ന് മൂവ് ചെയ്ത് കൊണ്ടുപോയിക്കേണ്ടെന്നുള്ള കാര്യം കൂടെ. ഓക്കെ അല്ലേ? അപ്പൊ അത് ബൈ പ്രാക്ടീസ് നിങ്ങൾക്ക് വന്നോളൂ. അപ്പോ ഞാൻ പറയുന്നേ ഉള്ളൂ. അപ്പോ തന്നിട്ടുള്ള കാര്യം നമ്മൾ ആദ്യം ഫസ്റ്റ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയെ മാറ്റി എഴുതി. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതും, സൈൻ ബൈ കോസ് എന്നുള്ള രീതിയിലോട്ട് നമ്മൾ മാറ്റി പ്രൊസീഡ് ചെയ്ത് നമ്മൾ അവസാനം വന്നതും കൊസിക് തീറ്റ സിക് തീറ്റ അല്ലെങ്കിൽ കൊസിക് തീറ്റ ഇൻടു സിക് തീറ്റയിൽ വന്നു. അപ്പൊ ഇതിനിടയിൽ നമ്മൾ ഇന്ന് പറഞ്ഞ ബേസിക് കാര്യം കൂടെ നമ്മൾ ഇന്ന് ആഡപ്പ് ചെയ്തു അല്ലെ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ അത് 1 ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, സോൾവ് ദ ഫോളോയിങ് 1/1 പ്ലസ് സൈൻ തീറ്റ പ്ലസ് 1/1 മൈനസ് സൈൻ തീറ്റയുടെ വാല്യൂ, അല്ലെങ്കിൽ അത് സോൾവ് ചെയ്തെടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. ശരി, അപ്പോ ഇതിനകത്ത് നമുക്ക് 1 പ്ലസ് സൈൻ തീറ്റ നമ്മൾ ഒന്നും പഠിച്ചിട്ടില്ല. 1 മൈനസ് സൈൻ തീറ്റയും നമുക്ക് അറിയില്ല അല്ലെ. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ആണെങ്കിൽ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വേറെ വഴിയൊന്നുമില്ല, രണ്ട് ഫ്രാക്ഷൻസ് ആണ്, രണ്ട് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ രണ്ട് ഫ്രാക്ഷൻസ് നമുക്ക് ആഡ് ചെയ്ത് പറയാം. രണ്ട് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, വേറെ വഴിയില്ല. ശരി, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ this one into this one ക്രോസ് ചെയ്യുമ്പോൾ അതെന്ത് തന്നെയാണ്, 1 മൈനസ് സൈൻ തീറ്റ. 1 മൈനസ് സൈൻ തീറ്റ, ഇവിടെ പ്ലസ് അല്ലേ, പ്ലസ് ഇട്ട് കൊടുത്തു. ക്രോസ് ചെയ്യുമ്പോൾ 1 പ്ലസ് സൈൻ തീറ്റ, 1 പ്ലസ് സൈൻ തീറ്റ, കുഴപ്പമില്ല. ഹോൾ ഡിവൈഡഡ് ബൈ ഇതേ ഇൻഡു ഇത്, അതായത് 1 പ്ലസ് സൈൻ തീറ്റ, 1 പ്ലസ് സൈൻ തീറ്റ ഇൻഡു 1 മൈനസ് സൈൻ തീറ്റ എന്നാണ്. ഓക്കെ അല്ലേ? ശരി, ഇനി അത്യാവശ്യം നമുക്കൊന്ന് കണ്ണ് തുറന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ 1 മൈനസ് സൈൻ തീറ്റ പ്ലസ് 1 പ്ലസ് സൈൻ തീറ്റ, ഈ പ്ലസ് സൈൻ തീറ്റയും മൈനസ് സൈൻ തീറ്റയും ക്യാൻസൽ ആയി പോകും, കുഴപ്പമില്ല. അപ്പൊ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും, ഇവിടെ പ്ലസ് അല്ലേ, വേറെ വിഷയമില്ല, അവിടെ പ്ലസ് തന്നെ ആയിരിക്കും അല്ലേ. അപ്പൊ ഈ പ്ലസ് സൈൻ തീറ്റയും മൈനസ് സൈൻ തീറ്റയും ക്യാൻസൽ ആയി പോയി. ദെൻ 1 പ്ലസ് 1 എന്തായിട്ട് മാറി, 2 എന്നായിട്ട് മാറി. 2 ഡിവൈഡഡ് ബൈ, ഇനി ഒന്നും കൂടെ കണ്ണു തുറന്ന് നോക്കാം, ഇത് ഏത് ഫോമിലാ കിടക്കുന്നത്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോമിലല്ലേ കിടക്കണേ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോമിലല്ലേ കിടക്കുന്നത്. അതെന്താ സാധനം, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നല്ലേ. അപ്പൊ ഇവിടെ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 മൈനസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ അല്ലേ. അപ്പോ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, ദാറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ്. എ സ്ക്വയർ ആയ 1 സ്ക്വയർ 1 മൈനസ് ബി സ്ക്വയർ സൈൻ തീറ്റ അല്ലേ, സൈൻ തീറ്റയുടെ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. എന്തൊക്കെയോ മനസ്സിൽ കിട്ടി. നമ്മൾ ഇന്ന് പഠിച്ച സാധനം, ഇന്ന് പഠിച്ച റിലേഷൻ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എവിടെ കണ്ടാലും, 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എവിടെ കണ്ടാലും കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയണം. ഇന്ന് നമ്മൾ തുടങ്ങിയത് അങ്ങനെയാണ്. അപ്പൊ ഒന്നും കൂടെ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ അതെന്താണ്, കോസ് സ്ക്വയർ തീറ്റ എന്നാണ്. കോസ് സ്ക്വയർ തീറ്റ എഴുതാം, which is equal to 2 ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയാം. 2 ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ. വീണ്ടും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഒന്നുമില്ല. അപ്പൊ നമ്മൾ നോക്കുമ്പോ ഈ കോസ് 1 ബൈ കോസ് എന്ന് പറഞ്ഞാൽ കോസിന്റെ റെസിപ്രോക്കൽ പറ, അത് സീക് ആണ്. അപ്പൊ 1 ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സീക് സ്ക്വയർ തീറ്റയാണ്. അപ്പൊ 1 ബൈ കോസ് എന്ന് പറഞ്ഞാൽ സീക് തീറ്റയാണ്. അപ്പൊ അതേപോലെ 1 ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സീക് സ്ക്വയർ തീറ്റ, ദാറ്റ് ഈസ് 2 ഇൻറ്റു സീക് സ്ക്വയർ തീറ്റ. കഴിഞ്ഞു, കിട്ടി നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. 2 സീക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് ALP എക്സാമിന് വന്നതാണ് കേട്ടോ. ഇത് വലിയ സംഭവമൊന്നുമില്ല. കാരണം ജസ്റ്റ് നമ്മൾ ഫ്രാക്ഷന്റെ റൂൾസ് നമ്മൾ ഉപയോഗിച്ചു അല്ലേ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്തു, മേളിൽ എന്തൊക്കെ നമുക്ക് ക്യാൻസൽ ആയി കിട്ടി.
ഇനി താഴെയാണെങ്കിൽ നമ്മുടെ ഡിനോമിനേറ്ററിലാണെങ്കിൽ ഏത് ഫോമിൽ വന്നു a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്നുള്ളൊരു ഫോമായിട്ട് അങ്ങ് മാറി. സിംപ്ലിഫൈ ചെയ്തു. പിന്നെ നമ്മൾ ഇതുവരെ നമ്മൾ കൊണ്ടെത്തിച്ചു അല്ലെ. ഇതൊക്കെ നമ്മൾ എപ്പോഴും കണ്ടോ, ഇതൊക്കെ എപ്പോഴും അറിയണം. എവിടെ കണ്ടാലും 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എവിടെ കണ്ടാലും ചാടി വീണ് നമ്മുടെ മനസ്സിൽ വരണം. വിച്ച് എന്താണ്? അത് കോസ് സ്ക്വയർ തീറ്റയാണ്. ഇനി 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ കണ്ടു കഴിഞ്ഞാൽ അതെന്താണ്? അത് സൈൻ സ്ക്വയർ തീറ്റയാണ്. പക്കയായിരിക്കണം, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. സിംപ്ലിഫൈ റൂട്ട് 1 പ്ലസ് കോസ് എ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് എ എന്നാണ്. അപ്പൊ ഒന്നും കൂടെ, റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് എ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് എയുടെ വാല്യൂ എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ശരി, അപ്പോ ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഒക്കെ നോക്കി വെക്കാം. ഇതിനെ എങ്ങനെ സിംപ്ലിഫൈ എന്ന് ചോദിച്ചാൽ ഈ ഒരു രൂപത്തിലൊക്കെ ആണെങ്കിൽ ഒരു 1 പ്ലസ് കോസ് എ ഡിവൈഡ് ബൈ ഒരു 1 മൈനസ് കോസ് എ, ഒരു 1 മൈനസ് കോസ് എ എന്നൊക്കെ പറയാം. അപ്പൊ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ, അതായത് 1 മൈനസ് കോസ് എ അല്ലെങ്കിൽ സൈൻ എ മൈനസ് കോസ് എ, ഇങ്ങനെയൊക്കെ വരുന്ന ചോദ്യങ്ങൾ, അല്ലെങ്കിൽ 1 പ്ലസ് കോസ് എ എന്നൊക്കെ പറഞ്ഞു വരുന്ന ചോദ്യങ്ങളില് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡിനോമിനേറ്ററിന്റെ അല്ലെങ്കിൽ താഴെ വരുന്നവന്മാരുടെ കോൺജുഗേറ്റ് എടുത്ത് മേളിലും താഴെയും മൾട്ടിപ്ലൈ. അപ്പൊ ഒന്നും കൂടെ എന്താ ചെയ്യാൻ പോകുന്ന പരിപാടി എന്നാണ്, താഴെ ഉള്ളതിന്റെ കോൺജുഗേറ്റ് എടുത്ത് എന്ത് ചെയ്യുന്നു, മേളിലും താഴെയും മൾട്ടിപ്ലൈ. അതായത് അംശത്തിലും ഛേദത്തിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ. ക്ലിയർ അല്ലേ? ശരി, അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് റൂട്ട് ഓഫ് സ്ക്വയർ റൂട്ടിന് ഒരു മാറ്റവും ഇല്ല, 1 പ്ലസ് കോസ് എ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് എ. 1 മൈനസ് കോസ് എ ഞാൻ പറഞ്ഞതാണ്, ഈ താഴെ ഉള്ളവന്റെ കോൺജുഗേറ്റ് എടുത്ത് മേളിലും താഴെയും ഗുണിക്കണമെന്നല്ലേ പറഞ്ഞു, മൾട്ടിപ്ലൈ ആണെന്നല്ലേ പറഞ്ഞു. സംഭവം ഇത്രയേ ഉള്ളൂ. ഈ 1 മൈനസ് കോസ് എയുടെ കോൺജുഗേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് 1 പ്ലസ് കോസ് എ ആണ്. അപ്പൊ ഒന്നും കൂടെ, 1 മൈനസ് കോസയുടെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്, അത് 1 പ്ലസ്. ഇനി ഇവിടെ 1 പ്ലസ് കോസ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, 1 മൈനസ് കോസയെ കൊണ്ട് മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുമായിരുന്നു. ഓക്കെ ആണോ? അപ്പൊ താഴെ വന്നിരിക്കുന്നത്, ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്നത് 1 മൈനസ് കോസയാണ്, 1 മൈനസ് കോസയാണ്. അപ്പൊ അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ 1 പ്ലസ് കോസെ, മേളിലും താഴെയും എത്ര കൊണ്ട് ഗുണിക്കുക, എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 1 പ്ലസ് കോസെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ മേളിലും നമ്മൾ 1 പ്ലസ് കോസ് എ കൊണ്ട് മൾട്ടിപ്ലൈ, താഴെയും 1 പ്ലസ് കോസ് എ കൊണ്ട് മൾട്ടിപ്ലൈ. വാല്യൂവിന് എന്തെങ്കിലും മാറ്റം വരുമോ? വാല്യൂവിന് ഒരു മാറ്റവും വരില്ല, വാല്യൂവിന് ഒരു മാറ്റവും വരില്ല. ശരി, ഇനി ഒന്ന് കണ്ണ് തുറന്ന് നോക്കി വെക്കും. മേളിൽ എന്താ ഉള്ളത്, ഒരു 1 പ്ലസ് കോസ് എ ഇൻറ്റു 1 പ്ലസ് കോസ് എ അല്ലേ. 1 പ്ലസ് കോസ് എ ഇൻറ്റു 1 പ്ലസ് കോസ് എ അതെന്തായിട്ട് മാറും, 1 പ്ലസ് കോസ് എ ഹോൾ സ്ക്വയർ ആയിട്ട് മാറും. ഓക്കെ ആണോ? അപ്പൊ ഒന്നും കൂടെ, 1 പ്ലസ് കോസ് എ ഇൻറ്റു 1 പ്ലസ് കോസ് എ എന്ന് പറഞ്ഞാൽ അതെന്താണ്, 1 പ്ലസ് കോസ് എ ഹോൾ സ്ക്വയർ ആയിട്ട് മാറും. നമുക്ക് ഇങ്ങനെ എഴുതാം, റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് എ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ, വീണ്ടും താഴെ നോക്ക്, 1 മൈനസ് കോസ് എ ഇൻറ്റു 1 പ്ലസ് കോസ് എ. ഒന്നും കൂടെ, 1 മൈനസ് കോസ് എ ഇൻറ്റു 1 പ്ലസ് കോസ് എ, എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. അതെന്താണ്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നല്ലേ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നല്ലേ. അപ്പൊ നമുക്ക് പറയാം എ സ്ക്വയർ, അതായത് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ബി എന്ന് പറഞ്ഞാൽ കോസ് എ, കോസ് സ്ക്വയർ എ എന്ന് പറയാം, കോസ് സ്ക്വയർ എ എന്ന് പറയാം. ഒരു ബുദ്ധിമുട്ടുമില്ല. വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇതിനെ വീണ്ടും ഇങ്ങനെ എഴുതാം, റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് എ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഇതിനെ നമ്മൾ ഇന്ന് പഠിച്ചതാണ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് പഠിച്ചതാണ്, 1 മൈനസ് കോസ് സ്ക്വയർ എ. എവിടെ കണ്ടാലും നമുക്ക് എന്ത് പറയാൻ പറ്റും, ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ എ ആണ്. 1 മൈനസ് കോസ് സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ, 1 മൈനസ് കോസ് സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ അത് സൈൻ സ്ക്വയർ എ ആണ്, സൈൻ സ്ക്വയർ എ. അപ്പൊ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതി കൊടുക്കാം, സൈൻ സ്ക്വയർ എ എന്ന് പറയാം, സൈൻ സ്ക്വയർ. നോക്കി നോക്ക്, വിച്ച് ഈസ് ഈക്വൽ ടു, മേളിൽ ഒരു സ്ക്വയർ കിടപ്പുണ്ട്, താഴെ ഒരു സ്ക്വയർ അല്ലെ. മേളിൽ 1 പ്ലസ് കോസ് എ ഹോൾ സ്ക്വയർ, ഇവിടെയാണെങ്കിൽ ആ സൈൻ സ്ക്വയർ എ. നമുക്ക് ഇതിന്റെ സ്ക്വയർ റൂട്ട് അപ്ലൈ ആയാലോ, 1 പ്ലസ് കോസ് എയിൽ സ്ക്വയർ റൂട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആ സ്ക്വയർ അങ്ങ് മാറി കിട്ടും. നമുക്ക് പറയാം 1 പ്ലസ് കോസ് എ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എയുടെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ, അല്ലെ ഇവിടെ സ്ക്വയർ റൂട്ട് ഇല്ലേ, സൈൻ സ്ക്വയർ എയുടെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സൈൻ എ, സൈൻ എ, സൈൻ എ. ശരി, നമുക്ക് എന്തൊക്കെയോ കൊസീക്കെന്നും കോട്ടെന്നും ടാനും എന്നൊക്കെ കിടപ്പുണ്ട്. ശരി, നമുക്ക് സെപ്പറേറ്റ് നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലെ. ഇതിന് ഈ പറയുന്ന 1 കൊണ്ട് ഡിവൈഡ് പോലെ 1നെയും ഡിവൈഡ് ചെയ്യാം, കോസയും ഡിവൈഡ് ചെയ്യാം. ശരി, ചേർത്ത് പറയുമ്പോ 1 ബൈ സൈൻ എ പ്ലസ് കോസ് എ ഡിവൈഡഡ് ബൈ സൈൻ എ. സെപ്പറേറ്റ് നമ്മൾ ഇത് ഡിവൈഡ് ചെയ്ത് പറഞ്ഞു, ഓരോ ടേമിനെയും സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്തു.
1 ഡിവൈഡഡ് ബൈ സൈൻ എ നമുക്കറിയാം അതെന്താണ്, അത് കൊസീക് എ ആണ്. പ്ലസ് കോസ് എ ബൈ സൈൻ എയും നമുക്കറിയാം, കോസ് എ ബൈ സൈൻ എ എന്ന് പറഞ്ഞാൽ കോട്ട് എ ആണ്, കോട്ട് എ ആണ്. കഴിഞ്ഞു. ഇത് നമ്മുടെ ഓപ്ഷൻ ഉണ്ടല്ലോ, കൊസീക് എ പ്ലസ് കോട്ട് എ. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, കൊസീക് എ പ്ലസ് കോട്ട് എ, കൊസീക് എ പ്ലസ് കോട്ട് എ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അത്യാവശ്യം ഇതിനകത്ത് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡിനോമിനേറ്ററിൽ വരുന്നവന്റെ എന്ത് ചെയ്തു, കോൺജുഗേറ്റ് എടുത്ത് എന്ത് ചെയ്തു, മേളിലും താഴെയും നമ്മൾ എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. ഇവന്റെ കോൺജുഗേറ്റ് 1 മൈനസ് കോസയുടെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, 1 പ്ലസ് കോസെ കൊണ്ട് മേളിലും താഴെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ്സ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ഗിവൺ ഇക്വേഷൻ. അപ്പൊ നേരത്തെ ചോദ്യം പോലെ തന്നെ അവിടെ കോസ് എന്ന് വന്നു, ഇവിടെ സൈൻ എന്ന് വന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ് ഈ പറയണവന്റെ റൈറ്റ് ഹാൻഡ് സൈഡ്, ഈ വലതുവശത്ത് എന്ത് വരും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിരിക്കുന്നത്? അപ്പൊ നേരത്തെ ചോദ്യം പോലെ നമുക്ക് ചെയ്തു വരാം. ഇവിടെ ഡിനോമിനേറ്റർ ഒരു 1 മൈനസ് സൈൻ എ ഉണ്ട്, അല്ലെ? ഒരു 1 മൈനസ് സൈൻ എ. അപ്പൊ നിങ്ങൾ മനസ്സിൽ പറ എന്തായിരിക്കും കൊണ്ട് ഗുണിക്കേണ്ടത്? മേളിലും താഴെ ഒരു 1 പ്ലസ് സൈൻ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? അപ്പൊ ഡിനോമിനേറ്ററിൽ ഒരു 1 മൈനസ് സൈൻ എ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മേളിലും താഴെയും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1 പ്ലസ് സൈൻ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ആയാലോ. ശരി, അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ എ. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 1 മൈനസ് സൈൻ എ വന്നതുകൊണ്ട് 1 പ്ലസ് സൈൻ എ കൊണ്ട് മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ താഴെയും 1 പ്ലസ് സൈൻ എ എന്ന് പറയാം. ശരി, നമ്മൾ കണ്ണ് ഒന്ന് തുറന്നു നോക്ക്. 1 പ്ലസ് സൈൻ എ ഇൻറ്റു 1 പ്ലസ് സൈൻ എ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതാം, ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ എ ഇൻറ്റു 1 പ്ലസ് സൈൻ എ എന്നാണ്. 1 മൈനസ് സൈൻ എ ഇൻറ്റു 1 പ്ലസ് സൈൻ എ ഏത് ഫോമാണ്? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്നുള്ള ഫോമിൽ അല്ലേ? 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 അപ്പൊ നമുക്ക് പറയാം എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ 1 ന്റെ സ്ക്വയർ, അതായത് 1 മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോ നമുക്ക് പറയാം ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ എ എന്ന് പറയാം. വീണ്ടും നമുക്ക് പറയാം റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ, കണ്ണ് തുറന്ന് പറ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതേ ഉള്ളൂ, 1 മൈനസ് സൈൻ സ്ക്വയർ എ എവിടെ കണ്ടാലും വന്നു, നിങ്ങളുടെ മനസ്സിൽ ഉറപ്പായിട്ട് വന്നു. ഉറപ്പായിട്ട് ഈ ക്ലാസ് ആദ്യം മുതലേ കാണുന്നവരുടെ മനസ്സിൽ വന്നു. എന്താണത്? അത് കോസ് സ്ക്വയർ എ ആണ്. കോസ് സ്ക്വയർ എ ആണ്. കോസ് സ്ക്വയർ എ ആണ്. ഇതിന്റെ സ്ക്വയർ റൂട്ട് 1 പ്ലസ് സൈൻ എ ഹോൾ സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് അത് 1 പ്ലസ് സൈൻ എ ആണ്, ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എയുടെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് കോസ് എ ആണ്. കോസ് എ ആണ്. ശരി, നേരത്തെ ചെയ്തതുപോലെ നമുക്ക് സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്ത് പറയാം. 1 ഡിവൈഡഡ് ബൈ കോസ് എ പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എ. 1 ഡിവൈഡഡ് ബൈ കോസ് എ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, നിങ്ങളും പറയും സീക്ക് എ പ്ലസ് സൈൻ ബൈ കോസ്. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, അത് ടാൻ എ ആണ്. ടാൻ എ കിട്ടി. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, സീക്ക് എ പ്ലസ് ടാൻ എ എന്ന് പറയാം. സീക്ക് എ പ്ലസ് ടാൻ എ എന്ന് പറയാം. അപ്പോ ഈ ക്വസ്റ്റ്യന് വേണ്ടതാണ് RRB ഗ്രൂപ്പ് ഡി എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ അല്ലേ? നമ്മൾ സെറ്റ് ആയിട്ട് പഠിച്ചു വരികയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ട് നോട്ട്ബുക്കിൽ കുറിക്കുന്നു എന്നാണ് എന്റെ വിശ്വാസം. ഉറപ്പായിട്ട് എഴുതണേ. ഇത്രയും ക്വസ്റ്റ്യൻസ്, ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് അത്രയും നിങ്ങൾ എഴുതിയെടുക്കണം, പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. ശരി, അപ്പൊ നമ്മൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, സൈൻ എ പ്ലസ് സൈൻ ബി ഡിവൈഡഡ് ബൈ കോസ് എ മൈനസ് കോസ് ബി പ്ലസ് കോസ് എ പ്ലസ് കോസ് ബി ഡിവൈഡഡ് ബൈ സൈൻ എ മൈനസ് സൈൻ ബി. ശരി, ഇത് വലിയ സംഭവമൊന്നുമല്ല. ഇത് നൈസായിട്ട് നമ്മൾ ഫ്രാക്ഷൻ എങ്ങനെ കൂട്ടൂ അതേപോലെ കൂട്ടിയാൽ മതി, ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊരു ഫ്രാക്ഷൻ, ഇത് വേറൊരു ഫ്രാക്ഷൻ. നമ്മൾ സാധാരണ 2/3 പ്ലസ് 5/7 എന്നൊക്കെ പറഞ്ഞ ഫ്രാക്ഷൻസ് ആഡ് ചെയ്യൂലേ, അതേപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതി, നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. കുഴപ്പമില്ല. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂട്ടി പറയാം. ഫ്രാക്ഷൻ കൂട്ടുന്ന പോലെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുമ്പോൾ എങ്ങനെയിരിക്കും? അപ്പൊ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, സൈൻ എ
പ്ലസ് സൈൻ ബി ഇൻറ്റു സൈൻ എ മൈനസ് സൈൻ ബി പ്ലസ് ഇവന്മാരെ ക്രോസ് ചെയ്യുമ്പോ കോസ് എ മൈനസ് കോസ് ബി ഇൻറ്റു കോസ് എ പ്ലസ് കോസ് ബി എന്ന് പറയാം. ഓക്കെ അല്ലേ? ജസ്റ്റ് ക്രോസ് ചെയ്ത് മാത്രമാണ്. ഹോൾ ഡിവൈഡഡ് ബൈ ഇത് തമ്മിൽ ഇനി മൾട്ടിപ്ലൈ അല്ലേ? ദാറ്റ് ഈസ് കോസ് എ മൈനസ് കോസ് ബി ഇൻറ്റു സൈൻ എ മൈനസ് സൈൻ ബി എന്ന് പറയാം. ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. ഇവൻ ഇൻറ്റു ഇവൻ പ്ലസ് ഇവൻ ഇൻറ്റു ഇവൻ ഹോൾ ഡിവൈഡഡ് ബൈ ഇതേ ഇൻറ്റു ഇത് പരിപാടി കഴിഞ്ഞു. ഓക്കെ കഴിഞ്ഞില്ല, ബാക്കി നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. ശരി, പറഞ്ഞു വരാം. സൈൻ എ പ്ലസ് സൈൻ ബി ഇൻറ്റു സൈൻ എ മൈനസ് സൈൻ ബി. നിങ്ങളുടെ മനസ്സിൽ കത്തി എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ? നമുക്കറിയാം അതെന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി പ്ലസ് ഇവിടെ പറ കോസ് എ മൈനസ് കോസ് ബി ഇൻറ്റു കോസ് എ പ്ലസ് കോസ് ബി എന്നാണ്. അതായത് എ മൈനസ് ബി എ പ്ലസ് ബി. വീണ്ടും പറയും കോസ് സ്ക്വയർ എ മൈനസ് കോസ് സ്ക്വയർ ബി ഹോൾ ഡിവൈഡഡ് ബൈ കോസ് എ മൈനസ് കോസ് ബി ഇൻറ്റു സൈൻ എ മൈനസ് സൈൻ ബി എന്ന് പറയാം. ഇത്രയും സെറ്റപ്പ് കുഴപ്പമില്ല. ഇനി നിങ്ങൾ ഒന്ന് നന്നായിട്ട് കണ്ണു തുറന്ന് നോക്ക്. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ പറ്റും. ദൈവമാര് സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ അല്ലെ? സൈൻ സ്ക്വയർ ബി മൈനസ് കോസ് സ്ക്വയർ ബി അല്ലേ? ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് എഴുതും സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ എന്നും ഈ രണ്ട് മൈനസിൽ നിന്ന് മൈനസ് ഞാൻ അങ്ങ് കോമൺ ആയിട്ട് പുറത്തെടുത്തു. ബാക്കിയുള്ളത് എന്താണ്? സൈൻ സ്ക്വയർ ബി പ്ലസ് കോസ് സ്ക്വയർ ബി എന്ന് പറഞ്ഞ് എഴുതാം. ഹോൾ ഡിവൈഡഡ് ബൈ കോസ് എ മൈനസ് കോസ് ബി ഇൻറ്റു സൈൻ എ മൈനസ് സൈൻ ബി. സെറ്റാണ്, കുഴപ്പമില്ല. ഒന്ന് കണ്ണു നോക്ക്. അപ്പൊ ഇവിടെ മൈനസ് സൈൻ സ്ക്വയർ ബി മൈനസ് കോസ് സ്ക്വയർ ബി ഉണ്ട്. ഈ രണ്ടിലും മൈനസ് കോമൺ ആയിട്ടുണ്ട്. ഈ രണ്ട് പദത്തിലും ഈ രണ്ട് ടേംസിലും മൈനസ് കോമൺ ആയിട്ടുണ്ട്. മൈനസ് വെളിയിലുണ്ട്. ബാക്കിയുള്ളത് മൈനസ് വെളിയിൽ വന്നു കഴിഞ്ഞാൽ ബാക്കി സൈൻ സ്ക്വയർ ബി പ്ലസ് കോസ് സ്ക്വയർ ബി. ഇനി പറ, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇവന്റെ ആൻസർ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്താണ് നമ്മൾ ഇന്ന് പഠിച്ചു? അത് 1 ആണ്. 1 ആണ്. ഇത് രണ്ടും കൂടെ ചേർന്ന് 1 ആയി. മൈനസ് ഇത് രണ്ടും കൂടെ സൈൻ സ്ക്വയർ ബി പ്ലസ് കോസ് സ്ക്വയർ ബി. രണ്ട് ആംഗിൾ വാല്യൂസും സെയിം ആയിരിക്കണം. സൈൻ സ്ക്വയർ ബി പ്ലസ് കോസ് സ്ക്വയർ ബി അതെന്താണ്? 1 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ കോസ് എ മൈനസ് കോസ് ബി ഇൻറ്റു സൈൻ എ മൈനസ് സൈൻ ബി. ഇനി പറ 1 മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? 0 എന്ന് പറയുന്നത്. 0 ഡിവൈഡ് ബൈ എത്ര വലിയ നമ്പർ എഴുതി വെച്ചാൽ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 0 എന്ന് പറയുന്നത്. അത് നന്നായിട്ട് മനസ്സിലാക്കണേ. 1 മൈനസ് 1 ന്യൂമറേറ്റർ എന്തായിട്ട് മാറി? 0. ന്യൂമറേറ്റർ 0 ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ എന്ത് വന്നാലും നമ്മുടെ ആൻസർ എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. ഉറപ്പിക്കാം, നമ്മുടെ ആൻസർ 0. പിന്നെ എന്തെങ്കിലും വലിയ സംഭവം ഉണ്ടോ? ഇല്ല. ജസ്റ്റ് ഒന്ന് കൂട്ടിയെടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടിയെടുത്ത കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഈ കാര്യം അല്ലെ? സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ പിന്നെ സൈൻ സ്ക്വയർ ബി പ്ലസ് കോസ് സ്ക്വയർ ബി. ഈ ഒരു സാധനം അറിയണം. ഇത് അറിയാമെങ്കിൽ നമ്മുടെ ആൻസർ ആയി 0. കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. സിംപ്ലിഫൈ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് തീറ്റ. സിംപ്ലിഫൈ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് തീറ്റ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാം. നമ്മളിപ്പോ 2-3 ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. നമ്മൾ എന്ത് ചെയ്യും? ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് എടുത്ത് മേളിലും താഴെയും നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യും. ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് ഇവിടെ 1 മൈനസ് കോസ് തീറ്റ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 1 പ്ലസ് കോസ് തീറ്റ കൊണ്ട് മേളിലും താഴെയും ഡിവൈഡ് ചെയ്യും. ഓക്കെ അല്ലേ? ശരി, അപ്പൊ നമുക്ക് ചെയ്തു വരാം. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് തീറ്റ എന്നാണ്. ഇതിന്റെ കോൺജുഗേറ്റ് ആയ 1 പ്ലസ് കോസ് തീറ്റ കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ മൾട്ടിപ്ലൈ അല്ലേ? ശരി, ചെയ്യാം. ചെയ്തു വരുമ്പോ 1 പ്ലസ് കോസ് തീറ്റ കൊണ്ട് മേളിലും മൾട്ടിപ്ലൈ 1 പ്ലസ് കോസ് തീറ്റ കൊണ്ട് താഴെയും നമ്മൾ മൾട്ടിപ്ലൈ. ഓക്കെ അല്ലേ?
ശരി, ഇവിടെ മേളിൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ അതെന്തായിട്ട് മാറും? സൈൻ തീറ്റ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ ആയിട്ട് മാറി. ഡിവൈഡഡ് ബൈ താഴെ എന്ത് സംഭവിക്കും? താഴെ സംഭവിച്ച കാര്യം പറ. 1 മൈനസ് കോസ് തീറ്റ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. അതെന്താണ്? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ദാറ്റ് ഈസ് 1 സ്ക്വയർ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ, 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ equal to sin theta into 1 plus cos theta divided by, ഇത് നമ്മൾ ഇന്ന് കുറെ നേരം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, 1 minus cos square theta എന്ന് പറഞ്ഞാൽ that is എന്താണ്? sin square theta. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, that is sin square theta എന്ന് പറയാം. എന്തൊക്കെ നമ്മളങ്ങ് വിട്ട്, ഇതിലുള്ള ഒരു സൈൻ തീറ്റയും ഇതിലുള്ള അല്ലെ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ആണ്. അപ്പൊ അതിലുള്ള ഒരു സൈൻ തീറ്റ മേലുള്ള സൈൻ തീറ്റയും തമ്മിൽ എന്ത് ചെയ്തു? ക്യാൻസൽ ആയിപ്പോയി. ഇനി ബാക്കിയുള്ളത് ഇത്രയുമാണ്, 1 പ്ലസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്നാണ്. അല്ലെ, നമ്മൾ നേരത്തെ ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യാം? ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് പറയാം. ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്ന് പറയാം. കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്ന് പറയാം. നമുക്കറിയാം 1 മൈനസ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കൊസീക് തീറ്റയാണ്. അല്ലെ, സൈനിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ കൊസീക് ആണ്. ഇനി കോസ് ബൈ സൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് കോട്ട് തീറ്റയാണ്. പ്ലസ് കോട്ട് തീറ്റ പരിപാടി കഴിഞ്ഞു. അല്ലെ, അപ്പൊ ഇത് കൊസീക് തീറ്റ എന്ന് വരും. കോസ് തീറ്റ കോസ് ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കോട്ട് തീറ്റയാണ്. ഏതാ നമ്മുടെ ഓപ്ഷൻ? യെസ്, ഇതോടൊപ്പം ഓപ്ഷൻ ബി, കൊസീക് തീറ്റ പ്ലസ് കോട്ട് തീറ്റ എന്ന് പറയാം. കൊസീക് തീറ്റ പ്ലസ് കോട്ട് തീറ്റ എന്ന് പറയാം. കണ്ടോ, അത്യാവശ്യം നിങ്ങൾക്ക് ഇപ്പം ചെയ്തു വരാൻ പറ്റുന്നില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാൻ അത് പറയാൻ വിട്ടുപോയതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? ഈ പറഞ്ഞ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാമായിരുന്നു. ഓക്കെ, ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാർട്ടിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ചെറിയ ബേസിക് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും നോട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു എന്നാണ് എന്റെ വിശ്വാസം. ഉറപ്പായിട്ടും നോട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക, പഠിക്കുക. കുഴപ്പമില്ലല്ലോ. അപ്പോൾ അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം. ഉടനെ തന്നെ അടുത്ത പാർട്ടുമായിട്ട് നമ്മൾ വരും. അപ്പോൾ ഇനിയും കുറെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കണ്ടോ, നമ്മൾ കുറേശ്ശെ എന്ത് ചെയ്യുന്നു? ബേസിക് കാര്യങ്ങൾ പഠിച്ച് നമ്മൾ കയറി. കുഴപ്പമില്ലല്ലോ. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത പാർട്ടിൽ കാണാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.